ദ ഷെപ്പേഴ്സ് ആപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുനിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 49:16. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുകളാണല്ലോ നാം ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ 55ാമത് പ്രാവശ്യം കാണുന്ന ആ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചത്. സങ്കീർത്തനം 49:16. സങ്കീർത്തനങ്ങൾ 49 ആകത്തുക ബീയിങ് വൈസ്, നമ്മൾ ബുദ്ധിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ പറയുന്നത് 6ാം വാക്യത്തിൽ ധനസമൃദ്ധിയിൽ, മനുഷ്യൻ തന്റെ ധനസമൃദ്ധിയിൽ പ്രശംസിക്കരുത്. 12ാം വാക്യത്തിൽ വായിക്കുന്നു, ബഹുമാനത്തിൽ മനുഷ്യൻ എല്ലായ്പ്പോഴും നിലനിൽക്കുകയില്ല. അടുത്ത വാക്യങ്ങൾ വായിക്കുന്നു, സ്വാശ്രയക്കാരുടെ സെൽഫ് കോൺഫിഡൻസില് ഒക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ, അവരുടെ രൂപം ഇല്ലാതെയാകും. അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുന്നു, മനുഷ്യന്റെ മഹത്വം വ്യർത്ഥ, അവന്റെ സെൽഫ് പ്രൈഡ് അത് ശൂന്യമാണ്, അതിന് പ്രയോജനമില്ല എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ സങ്കീർത്തനത്തിൽ മൊത്തത്തിൽ കാണുന്നത് മനുഷ്യന്റെ നിഗളം, അവന്റെ പ്രൈഡ്, അവന്റെ സെൽഫ് കോൺഫിഡൻസ്, അവന്റെ ബഹുമാനം, അവന്റെ ധനം, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതിനൊക്കെ ഒരവസാനം വരുന്നതാണ്. ഇത് നിലനിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഏത് ഭാരത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നുപോയാലും അവനെ ആശ്വസിപ്പിക്കാനും അവന് ഭയപ്പെടാതെ ജീവിക്കുവാനുമുള്ള ഒരു മുഖാന്തരമാണ് ദൈവവചനം. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ ഭാരത്തിന്റെ മധ്യേ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സൂര്യന്റെ ഉഷ്ണക്കാറ്റേറ്റ് പുല്ല് ഉണങ്ങി പൂ തീർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെയാണ് ധനവാനും സകല മനുഷ്യരും. അവരുടെ പ്രയത്നങ്ങൾ നിന്ന് അവർ വാടിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. പക്ഷേ എന്നും ഞാൻ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നൊരു വ്യക്തിക്ക് ദൈവിക നന്മകൾ ദൈനംദിനം അനുഭവിക്കുവാനിടയായിത്തീരും. ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. മത്തായി 16:26 നമ്മൾ വായിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ആത്മാവിൻ്റെ വില, അതാണ് ഏറ്റവും വിലയേറിയത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനത്തിന്റെ ആകത്തുക ബീയിങ് വൈസ്, നമ്മൾ ബുദ്ധിയോടെ ജീവിക്കുക, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ആത്മാവിന്റെ വിലയേറിയതെന്ന് തന്നെ നിത്യതയ്ക്കായി ഉള്ളൊരു കാഴ്ചപ്പാടോട് ജീവിക്കുകയാണെങ്കിൽ ദൈവിക നന്മകൾ ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ സാധിക്കും, നിത്യതയിലും കർത്താവിനോടൊപ്പം കാണുവാൻ സാധിക്കും. ഇന്ന് വാക്കാലെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ നൈമിഷികമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മയിൽ മാത്രം പ്രശംസിക്കാതെ, നമ്മുടെ കഴിവിൽ മാത്രം പ്രശംസിക്കാതെ, ദൈവത്തിൽ പ്രശംസിക്കുന്ന, ദൈവത്തിൽ ആനന്ദിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ല ജീവിതം നയിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്നതിൽ അവയെ പ്രയോജനമുള്ളതിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദിവ്യ നന്മകൾ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചാട്ടെ. മകത്തും കർത്താവിനോട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.